മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന MK ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ പ്രസക്തി ഇപ്പം വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഹിന്ദുത്വവാദിയാണോ എന്ന് പോലും. എന്തായാലും TG മോഹൻദാസ് സാറുണ്ട്, ഒപ്പം AP അഹമ്മദ് മാഷുണ്ട്. എങ്ങനെ നമുക്ക് വിലയിരുത്താം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ? ഗാന്ധി നിർഭാഗ്യവശാൽ ചരിത്രത്തിന് ഇതുപോലത്തെ ചില തമാശകളൊക്കെ ഉണ്ട്. ഗാന്ധിജിയെ കേരളത്തിലെ ഏറ്റവും അധികം ഓർക്കുന്നത് കേരളത്തിൽ മദ്യം വാങ്ങുന്നവരാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ ബിവറേജസ് അടഞ്ഞു കിടക്കുന്നു. ഗാന്ധിയാണ് മദ്യത്തെ ഏറ്റവും അധികം എതിർത്തിരുന്ന ആൾ. ഗാന്ധിയോടൊപ്പം തന്നെ മദ്യവിരോധിയായിരുന്നു നാരായണ ഗുരു. അദ്ദേഹത്തെ ഓർക്കുന്നത് മദ്യപന്മാരാണ്. കാരണം നാരായണ ഗുരു ജയന്തിക്കും സമാധിക്കും അവധി കിട്ടും. ഗാന്ധിയുടെ ജയന്തിക്കും ഗാന്ധിയെ കൊല്ലപ്പെട്ട ദിവസം ജനുവരി 30 അവധിയാണ്. ജനുവരി 30 ബിവറേജസ് അവധിയാണ്. ഈ 2 ദിവസവും മദ്യപന്മാർ ഇത് ഓർക്കും. ഈ 2 പേരെ ഓർക്കുന്നത് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വിധിയുടെ ഒരു കളിയാട്ടമാണ്. അതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഇത്തവണ കിട്ടിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച 1-ാം തീയതി, 2ാം തീയതി ചൊവ്വാഴ്ചയാണ്, അതും അവധി. അപ്പോൾ ഒരു ദിവസം അവധി എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ ശനിയും കൂടെ ചേർത്ത് 4 ദിവസം ആഘോഷിക്കാൻ പറ്റും. അവർ അതും കൊണ്ടുപോയി. ഏതാണ്ട് ശമ്പളവും കയ്യിൽ വരുന്ന സമയമായിരിക്കും. ശമ്പളവും കയ്യിൽ വരുന്ന സമയമായി. അപ്പോൾ എല്ലാം കൂടെ അവർ ഇതൊന്നും ബാധിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പിന്നെ പണ്ട് കോൺഗ്രസ്സൊക്കെ ഒരു ചടങ്ങൊക്കെ നടത്തുമായിരുന്നു ഗാന്ധി ജയന്തിക്ക്. ഇപ്പം അതും ചെയ്യാറില്ല. കാരണം അതിനൊന്നും ആളെ കിട്ടുന്നില്ല. ഇതാര് ഈ ആളെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ പേരുകൾ ഇടുന്നത്. പക്ഷേ അതെല്ലാം MG എന്നുള്ള ചുരുക്കപ്പേരിൽ MG റോഡ്, MG യൂണിവേഴ്സിറ്റി ഇങ്ങനെ പോയി. MG എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പോലും അറിഞ്ഞുകൂടാ. എന്താ ഈ MG? എന്തോ ഒരു MG ഇങ്ങനെയാണ്. അപ്പോൾ അത് രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഇടയ്ക്കൊരു തർക്കം, ഗാന്ധിയെ കൊന്നത് നീയല്ലേ ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ തർക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു വാളും പരിചയമാണ് ഗാന്ധി. സാംസ്കാരിക നായകന്മാർക്ക് പല്ല് തേക്കാൻ, മുടി ചെയ്യാനൊക്കെ ഗാന്ധി വേണം. അവരുടെ പ്രസംഗത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ഇടയ്ക്ക് കാറ്റടിച്ച് മുടിയൊന്ന് പാറിയെങ്കിൽ ഗാന്ധിയെ എടുത്തിട്ട് ആ മുടിയൊന്ന് ചീകി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിയുടെ കൊട്ടേഷൻസ് പറഞ്ഞ് പ്രസംഗം ഒന്ന് കൊഴുപ്പിക്കാൻ ഗാന്ധി. ഇതൊക്കെയാണ് ഗാന്ധിയുടെ ഉപയോഗങ്ങൾ ഇപ്പോൾ കേരളത്തിൽ. ഇതിനകത്ത് അങ്ങനെയാണെങ്കിൽ TG നമ്മൾ ഇത് ഗാന്ധിയിലേക്ക് കിടക്കാതെ ഈ ഗാന്ധി അപമാനിക്കപ്പെടുന്നു ഒരു അവധി ദിവസം വഴി. 1-2 അവധി ദിവസത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആളുടെ സമാധി ദിവസവും ജയന്തി ദിവസവും രണ്ടും വലിയ തോതിൽ മദ്യപന്മാരുടെ ആഘോഷമായിത്തീരുന്നു. മഹാത്മാഗാന്ധിക്കും അതെ മദ്യനിരോധന പ്രസ്ഥാനം നയിച്ച ഒരാൾ. ഗാന്ധിയന്മാരാകെ ആക്ഷേപിക്കപ്പെടുന്നൊരു കാലം. അങ്ങനെയാണെങ്കിൽ ഈ മഹാത്മാക്കളുടെ ജന്മദിനവും ചരമദിനവും ഒക്കെ അവധിയാക്കി തീർക്കുന്ന ഒരു ഔദ്യോഗിക സിസ്റ്റം തന്നെയാണോ നമ്മൾ മാറ്റി തീർക്കേണ്ടത് ശരിക്കും? അല്ല, ഗാന്ധിയുടെ കേസിലെങ്കിൽ അത് ചെയ്യണം. കാരണം ഗാന്ധി സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരുന്നു എൻ്റെ പേരിൽ ഒരവധിയും കൊടുക്കരുത്. മാത്രമല്ല അന്ന് ഇരട്ടിപ്പണി എടുപ്പിക്കണം എല്ലാവരെയും കൊണ്ട്. എന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും ഇരട്ടിപ്പണി ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഇരട്ടിപ്പണി ചെയ്യണം. അതാണ് എൻ്റെ ഓർമ്മ നിലനിർത്താൻ നിങ്ങൾ ചെയ്യേണ്ടത്. അവധി കൊടുക്കരുതെന്ന് നാരായണ ഗുരുവൊന്നും അവധിയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അവധൂതനായിരുന്നു. അദ്ദേഹത്തെ അപ്പുറത്തേക്ക് അവധി കൊടുക്കാതിരിക്കും എന്തെങ്കിലും ചെയ്തൊന്നും ആ ഒരു തലത്തിൽ ആധ്യാത്മിക തലത്തിലേക്ക് പോകണം. ഗാന്ധിജി ആധ്യാത്മികത ഉണ്ടായിരുന്നെങ്കിലും ഭൗതികമായ കാര്യങ്ങളിൽ ഇടപെട്ട ആളാണ് ഗാന്ധി. ഗാന്ധി പറഞ്ഞിരുന്നു എന്നെ ചൊല്ലി അവധി കൊടുക്കരുതെന്ന്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അവധി കൊടുത്തു. തീർച്ചയായിട്ടും ആധ്യാത്മികമായൊരു തലമുള്ള വലിയ തോതിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ മഹാത്മാഗാന്ധി. പക്ഷേ ഗാന്ധി ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ TG സൂചിപ്പിച്ചതുപോലെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ മുറവിളി മുഴങ്ങേണ്ടത് ഗാന്ധി ജയന്തിക്ക് അവധി കൊടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ആവശ്യമാണ്. സാറിന് ഓർമ്മയുണ്ട്, സാറും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കണം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ വാരം, സേവന വാരം ഒരാഴ്ച. എവിടെ സാർ അത്? ഇല്ല, സ്കൂളുകളിൽ നിന്നൊക്കെ അത് പോയി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ
സ്കൂൾ പരിസരം മുഴുവൻ വൃത്തിയാക്കും, റോഡ് വൃത്തിയാക്കും, റോഡ് അരികിലെ പുല്ലൊക്കെ പതിച്ച് എല്ലാം കൂടെ ഭംഗിയാക്കി അത് ഇത്. പിന്നെ തൊട്ടടുത്ത പറമ്പിലൊക്കെ ഉടമസ്ഥനുണ്ടെങ്കിലും വേലിയൊന്നും ഇല്ലല്ലോ പറമ്പിൽ, ആ പറമ്പ് ക്ലീൻ ചെയ്ത് എല്ലാം കൂടെ അവിടെ തീയൊക്കെ ഇട്ട് ക്ലീനാക്കും. ഒരാഴ്ച ഇതാണ് പണി. സ്കൂള് കംപ്ലീറ്റ് വൃത്തിയാക്കും, ബെഞ്ച് ഡെസ്ക് മാറാല അത് ഇതെല്ലാം ശുചീകരണമായിരുന്നു. അങ്ങനെ ടോംസ് അന്ന് അദ്ദേഹത്തിൻ്റെ ബോബിനും മോളിയും കാർട്ടൂണിൽ അപ്പി ഹിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പി ഹിപ്പി കുഞ്ചുക്കുറുപ്പിനോട് ചോദിക്കുന്നു, ശുചീകരണ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുഞ്ചുക്കുറുപ്പ് പറഞ്ഞു, നീ ഒന്ന് പോയി കുളിക്കേ. അതാണ് ഗാന്ധിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ആ കാലത്ത് തമാശയും കാര്യവും ഒക്കെ നടക്കുന്നത്. ഇപ്പം ശുചീകരണം വരെ ഇല്ല. ഒരു രീതിയിൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല എന്നുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടാറടങ്ങാനായിട്ട് ഒരു ദിവസം ബിവറേജസ് അടച്ചിടാൻ. അതുകൊണ്ട് ഗാന്ധിക്ക് എന്താ പ്രയോജനം? സാറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്യവിരോധിയായിരുന്നു മഹാത്മാഗാന്ധി, നാരായണ ഗുരു. അവർ ഷാപ്പിന് മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നിട്ടില്ല, രണ്ടുപേരും. ഒരു ഷാപ്പ് അടപ്പിക്കാൻ അവർ പോയിട്ടില്ല. കാരണം ഷാപ്പ് അടച്ചിട്ട് കാര്യമില്ല. അവൻ ഷാപ്പ് അടച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് മാറി ഷാപ്പ് തുടങ്ങും. ഇത് മനുഷ്യ മനസ്സിലാണല്ലോ ഈ മാറ്റം വരേണ്ടത്. ഈ ഷാപ്പ് അടപ്പിക്കുന്ന പരിപാടി അതിനുശേഷം മന്മഥൻ സാറും കുമാരപിള്ള സാറും ഒക്കെ കൂടെയാണ്, സുഗതകുമാരിയൊക്കെ കൂടെയാണ് തുടങ്ങിയത്. അത് അർത്ഥശൂന്യമാണ് എന്ന് അന്ന് പലരും പക്ഷേ ചൂണ്ടിക്കാണിക്കാനൊരു പേടി. കാരണം ഇവരുടെ ക്യാരക്ടറുണ്ടല്ലോ, മന്മഥൻ സാറിൻ്റെയും ജി കുമാരപിള്ള സാറ് കവിയും കൂടെയാണ്. മന്മഥൻ സാറ് കഥാപ്രാസംഗികനാണ്, അസാമാന്യ രസികന്മാരാണ്, തമാശക്കാരാണ്. അപ്പോൾ ഇത് പറയാൻ ആളുകൾക്ക് ഒരു മടിയായിട്ട് പറഞ്ഞില്ല. വാസ്തവത്തിൽ രഹസ്യമായിട്ട് പലരും അന്ന് തന്നെ പറയുമായിരുന്നു, മന്മഥൻ സാർ ഈ കള്ള് ഷാപ്പിനും ഒരു സത്യാഗ്രഹം ചെയ്ത് മരിക്കും കേട്ടോ. അതുപോലെ സംഭവിച്ചു. ഇവർ സത്യാഗ്രഹം ചെയ്ത് എത്ര ഷാപ്പുകൾ അടപ്പിച്ചു, വല്ലതും സംഭവിച്ചോ? ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ കൂവപ്പാടം, ഞാൻ താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ ചാരായ ഷാപ്പ് അടപ്പിച്ചത് കുമാരപിള്ള സാറ് നേരിട്ട് വന്നാണ്. അഴിമാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചാരായ ഷാപ്പ് അടപ്പിച്ചു. അഴിമാവിൻ പെണ്ണാൾ സുഗന്ധിയായി, അഴിമാവിൻ ചെക്കനോ ശുശ്രുതനും എന്നൊക്കെ പറഞ്ഞിട്ട് കവിത എഴുതി അഴിമാവിനെ പറ്റി. ഇതൊക്കെ ചെയ്തു. ബട്ട് ഷാപ്പുകൾ പിന്നെയും തുറന്നു. വേണമെങ്കിൽ സാറിന് ഒരു സാങ്കേതികമായ വിജയം, ഇവർ രണ്ടുപേരും ഗാന്ധിയന്മാരായിരുന്നു, അത് ഗാന്ധിയുടെ വിജയം എന്ന് പറയാം. ചാരായം നിരോധിച്ചു ഏക്കാനയുടെ കാലത്ത്, അത്രേ ഉള്ളൂ. അതിനൊന്നും വ്യത്യാസവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. ചാരായം നിരോധിച്ചത് ഗുണമോ അതോ അതിലേറെ ദോഷമായോ? പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ ഇതെന്താണെന്ന് വെച്ചാൽ സകല സ്ഥലത്തും വന്ന് ചാരായ ഷാപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട. ഏത് റോഡിലൂടെയും സാറ് മാക്സിമം 1 കിലോമീറ്റർ നടന്നാൽ ഒരു ചാരായ ഷാപ്പ് ഉണ്ടാകും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. 80s 90s ചാരായം നിരോധിക്കുന്നവരെ ഗ്രാമപ്രദേശത്തോ നഗരപ്രദേശത്തോ സാറ് ഷാപ്പ് അന്വേഷിക്കേണ്ട, ചാരായ ഷാപ്പ് കാണുമായിരുന്നു. കണ്ണിൽ കാണുന്ന റോഡിലൂടെ നടക്കുക. ചിലപ്പോൾ 250 മീറ്ററിനുള്ളിൽ, ചിലപ്പോൾ 1 മാക്സിമം 1 കിലോമീറ്റർ, 15 മിനിറ്റുമാണ് മാക്സിമം നടക്കേണ്ടത്. ഒരു ചാരായ ഷാപ്പ് ഉറപ്പായിട്ടും കാണുമായിരുന്നു. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു അവർക്കൊരു ഷാപ്പിൽ നിന്ന് ആരും ഇറങ്ങി വന്ന് ആരെയും ഉപദ്രവിക്കുകയോ പിടിക്കുകയോ ചെയ്ത ചരിത്രമില്ല. ബട്ട് ഷാപ്പ് എന്ന് പറയുന്ന ആ ചുവന്ന ബൾബൊക്കെ ഇട്ടിട്ട് ചാരായം എന്നൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേടി. ഇതായിരുന്നു അതിൻ്റെ ഒരു സാമൂഹ്യ വിപത്ത്. പിന്നെ ബാക്കി പറയുന്ന വിപത്തൊക്കെ ഇല്ലാതെ പോയി. സാറ് നോക്കേണ്ട ഒരു സർവേയും മദ്യത്തെപ്പറ്റി കേരളത്തിൽ നടക്കാറില്ല. ആളുകൾ എത്ര കുടിക്കുന്നു എന്ന് നോക്കാറില്ല, ആരൊക്കെ കുടിക്കുന്നു നോക്കാറില്ല, ഏജ് ഗ്രൂപ്പ് നോക്കാറില്ല. നോ സർവേ, നത്തിങ്. കാരണം അതിൻ്റെ റിസൾട്ട് ഞെട്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആരും അത് ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോൾ ടി ജി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മദ്യപിക്കുന്നത് ചെറിയ ചിലവിൽ സാധാരണക്കാർക്ക് മദ്യപിക്കാമായിരുന്നല്ലോ. കള്ള് ഷാപ്പും ചാരായ ഷാപ്പും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്. ഇപ്പോൾ ചാരായം കൂടി നിരോധിച്ചോടുകൂടി എല്ലാം ഈ വൻകിട വിദേശ മദ്യം എന്ന പേരിൽ വിലയേക്കാൾ കൂടുതൽ ടാക്സിൻ്റെ ടാക്സും ഒക്കെ കൊടുത്തിട്ടാണല്ലോ. 100 രൂപയുടെ സാധനത്തിന് നമ്മൾ 400 കൊടുത്തിട്ടാണല്ലോ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാരായ നിരോധനം എന്ന് പറയുന്ന ഒന്ന് ഈ സാധാരണ കുടിയന്മാരെ, നിഷ്കളങ്കരാണ്, താരതമ്യേന സാധുക്കളാണല്ലോ കുടിയന്മാർ, അവർക്ക് ഒരേ ഒരു സാന്ത്വനമാണല്ലോ, ആശ്വാസമാണ്. എങ്ങനെയാണ് നമ്മളൊരു കുടിയൻ്റെ പക്ഷത്ത് നിന്ന് ഈ ചാരായ നിരോധനത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കും സാർ? ഈ കുടി അതിനൊരു സംസ്കാരവും ഒരു മര്യാദയൊക്കെയുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ എത്രയോ ബാറുകളുള്ള സ്ഥലമാണ് ഗോവ. മുട്ടിന് ഒരു പെട്ടിക്കട പോലെ ഇങ്ങനെ ബാറുകൾ. അവിടെ ഒന്നും ആരും വഴിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ
ഈ പറഞ്ഞ ബിവറേജസ് അതിനെയൊക്കെ ആശ്രയിച്ച് ആ ചുറ്റുപാടിലൊക്കെ പലരും വീണ് കിടക്കുന്നത് കാണാം. പാമ്പാവുക എന്ന് പറയും. ഈ പരിപാടി വേറെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വാളുവെപ്പില്ല. തമിഴ്നാട്ടിൽ കുറേ ഉണ്ട്, ടാസ്മാക് അത് കുറേ ഉണ്ട്. ഇത് ഒരു കുടിയും ഒരു കൾച്ചറാണ്, ഒരു ജെന്റിൽമാൻ ഡ്രിങ്കിങ് എന്ന് പറയുക. കുടിക്കുന്ന അതിനുകൊണ്ടൊരു മര്യാദയും സംഗതിയൊക്കെ. അതില്ലാതെ കുടിക്കുക എന്താ മലയാളിക്ക് സംഭവിക്കുക? മലയാളിക്ക് ഫ്രസ്ട്രേഷൻസ് പൊതുവെ കൂടുതലുള്ള ടൈപ്പാണ് മലയാളികൾ. എല്ലാ ഫ്രസ്ട്രേഷൻസും പെർവേർഷൻസും കൂടുതലാണ് മലയാളിക്ക്. എന്നിട്ട് അത് മറച്ചു വയ്ക്കാനായിട്ട് വലിയ ഭാവത്തിൽ പെരുമാറുകയും ചെയ്യും, വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കും, അച്ചടി ഭാഷയിൽ സംസാരിക്കും. ഇതൊക്കെ ഈ കോംപ്ലക്സ് മറച്ചു വയ്ക്കാനുള്ള തന്ത്രം. സത്യത്തിൽ ഒറ്റ കാര്യം ചോദിച്ചിട്ട്, നമുക്ക് സത്യത്തിൽ മദ്യപിക്കാൻ അറിയാത്തതല്ലേ പ്രശ്നം? മലയാളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മദ്യപിക്കണമെന്ന് അറിയാത്തത്. ഇപ്പം വിദേശത്തു നിന്ന് വരുന്ന ഒരാൾ നമ്മുടെ നാട്ടിലെ ഈ മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് കാണുകയോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് മലയാളി കാണിക്കുന്ന കോപ്രായം, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പ്രശ്നം യഥാർത്ഥത്തിൽ? അതെ, മദ്യത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഇതേ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. മദ്യപിക്കാൻ അറിയാത്തതിൻ്റെയും മദ്യപാനത്തിൻ്റെ ഒരു കൾച്ചറും അതിൻ്റെ ഒരു വ്യാകരണമൊക്കെ ഉണ്ട്. അത് അറിയാത്തതിൻ്റെ പ്രശ്നം മലയാളിക്ക് വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മദ്യം മൊത്തം നിരോധിക്കണം എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുന്നു. ഇതിനോട് യോജിപ്പില്ലാത്തവരുണ്ട് സാർ. ഞാൻ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തമിഴൻ, ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ്, അയാൾ ദിവസവും വൈകുന്നേരം കള്ള് കുടിക്കും. എന്നിട്ട് കള്ളെന്ന് പറഞ്ഞാൽ കള്ളല്ല, ഓക്കെ, വഴിയിൽ വഴക്കുണ്ടാക്കും, രണ്ടടി വാങ്ങും, വീട്ടിൽ പോകും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി വേജസാണ്, വൈകുന്നേരം പൈസ കൈക്കൊള്ളൂ, അയാൾ എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെയാണെന്ന് അറിയും, അതിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫൈനലി ഒരു ദിവസം ഞാൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാണ് ഈ ബഹളം വയ്ക്കുന്നത്? നിനക്ക് കള്ള് കുടിക്കണമെങ്കിൽ കുടിച്ചോ, മര്യാദയ്ക്ക് വീട്ടിൽ പോയി ഉറങ്ങരുതോ? ഇവൻ്റെ ചോദ്യമാണ്, ചുമ്മാ ഉറങ്ങാനാണെങ്കിൽ പിന്നെ ചുമ്മാ ഉറങ്ങിയാൽ പോലെ, കള്ള് കുടിക്കുന്നതിനാണ്. കള്ള് കുടിക്കുന്നത് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി ആറാന്നൊക്കെ ചോദിച്ചുമ്പോൾ കിട്ടുകയറി ഇതിനാണ് കള്ള് ജീവിക്കുന്നത്. അല്ലാതെ കള്ളു കുടിച്ചിട്ട് വെറുതെ കിടന്നുറങ്ങാനാണെങ്കിൽ കള്ളു കുടിക്കാതെയും വെറുതെ കിടന്നുറങ്ങാമല്ലോ. അല്ല, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവൻ്റെ ലക്ഷ്യം ഈ അലമ്പുണ്ടാക്കുക, അക്ഷരം ഉണ്ടാക്കുക, അത് അവൻ്റെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമാണ്. ഒരു വഴക്കൊക്കെ ഉണ്ടാക്കി രണ്ടടി വാങ്ങുകയും രണ്ടെണ്ണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ചടങ്ങാണ്. ബാക്കിയുള്ളവർ നിങ്ങൾ ജെന്റിൽമാൻ ഡ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ ആയിരിക്കണം, കുടിക്കുന്നതിനൊരു സംസ്കാരം വേണം. ഇല്ല, അവൻ പറയുന്നത് സംസ്കാരശൂന്യമായിട്ട് പെരുമാറാനുള്ള ഒരു പ്രചോദനം കിട്ടാനാണ് ഞാനീ കുടിക്കുന്നത്. മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ മര്യാദക്കാരനാണ്, എനിക്ക് ഇച്ചിരി മര്യാദ കെട്ടവനാകണം. അത് സാധാരണ ഇതിൽ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കുന്നു. അപ്പോൾ എൻ്റെ ഇൻഹിബിഷൻ മാറി ഞാൻ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞു, അവൻ എന്നെ തല്ലി, ഞാൻ അവനെ തിരിച്ചു തല്ലി കഴിയും. അല്ല, അതിൽ ശരിയുണ്ട് ജിജി. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പുറത്ത് വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ അതിൽ പോസിറ്റീവായിട്ടുള്ള കണ്ടുള്ള കാര്യം, എനിക്ക് കുടിയന്മാരായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പോസിറ്റീവായ കാര്യം ചെയ്തിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം, അവൻ്റെ ഉള്ളിൽ നേരത്തെ എന്താണോ ഉള്ളത് അതേ പുറത്ത് വരൂ. കുടിച്ചാലും അവൻ്റെ ഉള്ളിൽ കവിത ഉണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് അവനെ ആലപിക്കും, സംഗീതം ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് അത് പാടും. അവൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ തെറിയാണുള്ളതെങ്കിൽ യാതൊരു മറയുമില്ലാതെ അത് നമ്മൾ കേൾക്കും. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് തുറക്കുന്ന ഒരു കവാടം കൂടിയാണത് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ മഹാത്മാഗാന്ധി ആക്കുന്ന ഒരു സാധനമാണ് മദ്യം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എല്ലാം തുറന്നു പറയും കണ്ടുപിടിക്കുന്നവർ. എക്സാക്ട്ലി. അല്ല, നമ്മൾ അങ്ങനെ തന്നെ, അങ്ങനെ ഈ ഒരു ചർച്ച അങ്ങനെ തന്നെ നടക്കട്ടെ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണെങ്കിൽ ടി ജി ഈ മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ, സാർ ഈ കുമാരനാശൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാം. ഭാവം അങ്ങോട്ടങ്ങ് പോയി കഴിയുമ്പോൾ അത് അഭാവമായിട്ട് മാറും എന്ന് പറയുന്ന പോലെ മദ്യപൻ അങ്ങോട്ടങ്ങ് സഞ്ചരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയായിട്ട് മാറുന്ന. തീർച്ചയായിട്ടും എനിക്ക് രണ്ട് സംശയങ്ങൾ കൂടി ഈ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ ഈ ചർച്ച. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ടി ജി ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴാണ്, ടി ജി ഇപ്പോൾ ഒരാൾ ഒരുപാട് ഒരു ജീവിതകാലത്തെ അനുഭവം വെച്ച് പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ പോലെ മലയാളത്തിൻ്റെ രണ്ട് ക്രൈം എന്ന് കാണിക്കുന്നത് മദ്യവും ഈ സ്ത്രീ വിഷയങ്ങളുമാണ്. സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വേണമെന്നുള്ള വലിയ മുറവിളി ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ കുട്ടികളെ ഈ ഇത്തരം സെക്സ് ക്രൈമിൽ ചെന്നപ്പെടുന്നതിനേക്കാളും കൂടുതൽ വലിയ ക്രൈമായിട്ടും ഒക്കെ നമ്മൾ എണ്ണുന്നത് ഈ മദ്യപാനം ഉണ്ടാക്കുന്ന വിപത്തുകളാണ്. അങ്ങനെയാണെങ്കിൽ നന്നായി മദ്യപിക്കുന്ന എങ്ങനെ, നല്ല മദ്യം ലഭ്യമാക്കേണ്ടത് എങ്ങനെ, അത് സെലക്ട്, അങ്ങനെയുള്ള സംഗതികളെക്കുറിച്ച് ഒരു മദ്യപാനത്തെക്കുറിച്ചൊരു വിദ്യാഭ്യാസ പദ്ധതി വേണം നമ്മുടെ എഡ്യൂക്കേഷനിലെന്ന് ടി ജി സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല സർ. എന്താ കാര്യം? ഇല്ല, അത് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു വിഷയമൊന്നുമല്ല ഈ സെക്സ് എഡ്യൂക്കേഷൻ, മദ്യപാനം. സെക്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു ടി ജി, അതൊക്കെ വരുന്നത് ഗുണമൊന്നും ചെയ്യില്ല. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം ചില വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള, ബാക്കി
നമ്മളുടെ സംസ്കാരമുണ്ടല്ല, വീട്ടിൽ നിന്ന് പകർന്നു കിട്ടുന്ന സംസ്കാരം, അധ്യാപകരുടെ പെരുമാറ്റം, യെസ്, പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ അല്ല, അതല്ലാതെ പൊതുപെരുമാറ്റം. പണ്ട് എന്നെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഉപയോഗിക്കുകയുള്ളൂ, നിറമുള്ള ഷർട്ട് പാടില്ല, മാന്യന്മാരാണ്. മുണ്ടും മടക്കി കുത്തുകയില്ല, അത് റൗഡിയുടെ ലക്ഷണമാണ്. കാറ്റും മഴയും വന്നാൽ മുണ്ടിങ്ങനെ ഒരു കൈ കൊണ്ട് പൊക്കി പിടിക്കും, പക്ഷേ മടക്കി കുത്തുകയില്ല. യെസ്, അത് തീർച്ചയായിട്ടും. സിഗരറ്റ് വലിക്കില്ല. കള്ള് ഷാപ്പ് റോഡിൻ്റെ കിഴക്ക് വശത്താണെങ്കിൽ ഇവർ പടിഞ്ഞാറ് വശത്തൂടെ നടക്കുകയുള്ളൂ. ഇപ്പം ഈ അധ്യാപകരൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, സമൂഹം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, കൂട്ടുകാരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അല്ലാതെ ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പറ്റില്ല, അതിലെതിരഭിപ്രായങ്ങളുണ്ടാകും. ആ സിലബസ് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ഇപ്പോൾ മദ്യപിക്കുന്നത് എങ്ങനെ, മാന്യമായിട്ട് മദ്യപിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവിരോധികൾ ആദ്യം സാറിന് നേർക്ക് വാളെടുക്കും. ഈ സാധനം കയറ്റാനേ പാടില്ല സിലബസിന്, അനാവശ്യമായ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. സെക്സ് എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് ഗുഡ് സെക്സ്, ദിസ് ഈസ് ബാഡ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപകടമാണ്. ഹൂ വിൽ ഡിസൈഡ് ഗുഡ് ആൻഡ് ബാഡ് ഓക്കെ ഇൻ എ മാൻ വുമൻ റിലേഷൻഷിപ്പ്, Yeah. ദാറ്റ് ടു ഫിസിക്കൽ? Right. അതൊന്നും ഒരു ശരിയായ കാര്യം. അത് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. സമൂഹത്തിന് ഒരു സാംസ്കാരിക നിലവാരം ഉണ്ടാവണം. സമൂഹത്തിൽ നിന്ന് ആർജിക്കുന്ന മൂല്യബോധമാണത്. മൂല്യബോധമാണ്. നമ്മളുടെ മൂല്യബോധം മുഴുവൻ നമ്മൾ ആർജിച്ചിരിക്കുന്നത് പള്ളിക്കൂടത്തിൽ നിന്നല്ല, പള്ളിക്കൂടത്തിൽ നിന്ന് നോളജാണ്. നമ്മുടെ സംസ്കാരം രൂപപ്പെട്ട്, എൻ്റെയും സാറിൻ്റെയൊക്കെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നത് കേരള സമൂഹം, നമ്മളുടെ കുടുംബം, നമ്മളുടെ അച്ഛൻ അമ്മ കൂട്ടുകാർ അധ്യാപകർ, അവരുടെ ഒക്കെ ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ തലച്ചോറിനെ സ്വാധീനിച്ചിരിക്കുന്നത്. Okay. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ഇതെല്ലാം. അവസാനമായി ഈ ചർച്ചയിൽ സർവാദരണീയരായ ഒരുപാട് പേര് ഇപ്പോഴും മദ്യനിരോധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എന്താണ് ഈ എഞ്ചേരി ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട് കൂട്ടത്തിൽ. അവരോട് നമുക്ക് ഈ സമയത്ത്, ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട്, പുതിയ കേരളത്തിലും പുതിയ ഇന്ത്യയിലും പുതിയ ലോകത്തും നിന്നുകൊണ്ട് അവരോട് എന്ത് പറയാൻ പറ്റും? കള്ളുകുടിയന്മാരോടല്ല, മദ്യനിരോധികളോട്. സാർ, അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാനതിന് സർവാത്മന പിന്തുണ കൊടുക്കും. കാരണം അതുകൊണ്ട് അവർ സമരം ചെയ്തുകൊണ്ട് മദ്യനിരോധനം വരുന്നൊന്നുമില്ല. പക്ഷേ ഒരു റെസ്റ്റൈൻഡ്, ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവരെപ്പോഴും സമൂഹത്തിൽ നിൽക്കും. അവർ കൂടി വേണം. അവർ ശബ്ദം വയ്ക്കുന്നു, അവർ ശല്യം ചെയ്യുന്നു, അവർ ചില ഷാപ്പുകളെങ്കിലും അടപ്പിക്കുന്നു, അവർ ഗവൺമെൻറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിൻ്റെ ഒരു ബാലൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ജെന്റിൽമാൻ ഡ്രിങ്ക് കാണും, മറ്റേതാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുടിക്കാനുള്ള പ്രോത്സാഹനമാണല്ലോ ഇത്. അതിനൊരു കൗണ്ടറായിട്ട് ഈ ഫോഴ്സ് തീർച്ചയായും ഉണ്ടാകണം. സമൂഹത്തിൽ എനിക്ക് അവരോട് വലിയ ബഹുമാനമാണ്. യെസ്. അവർ ഈ എങ്ങുമെത്താത്ത ഒരു പ്രവർത്തനമാണെന്ന് അവരിൽ തന്നെ പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ എവിടെയോ ഒക്കെ അവരുടെ പ്രവർത്തനത്തിന് ഫലം ഉണ്ടാകുന്നുണ്ട്. ഒരു ബാലൻസിങ് ഫോഴ്സായിട്ട് തീർച്ചയായും ആ സാധുക്കൾ, ആ നന്മ നിറഞ്ഞ മനുഷ്യരുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. മദ്യനിരോധന പ്രവർത്തനം നയിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ ഗാന്ധി ജയന്തി ദിനം അല്ലേ, ഗാന്ധി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും വേറിട്ടൊരു ആലോചനയാണ് ഇത്. വളരെ വ്യത്യസ്തമായ ആലോചനയാണ്, ആസ്വാദ്യകരമായ ആലോചനയാണ്. ടി ജിയുടെ സർക്കാസ്റ്റിക് രീതികൾ അതിൻ്റെ ഏറ്റവും കൂടിയ അളവിൽ പുറത്തു വന്നൊരു ചർച്ചയാണ്. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.